കേരള കോൺഗ്രസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പണ്ടാരോ പറഞ്ഞതുപോലെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യപ്പെടും എന്ന പ്രത്യേകത. എന്നാൽ സമീപകാലത്തായി ലയിക്കും തോറും തളരുകയും തളരും തോറും ലയിക്കുകയും ചെയ്യുന്ന പാർട്ടികളായി കേരള കോൺഗ്രസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം പണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന PC തോമസ് PJ ജോസഫിൽ ലയിച്ചു. അത് കണ്ടപ്പോൾ PC ജോർജ് ചാടിക്കയറി മാണിയിൽ ലയിച്ചു. അത് നോക്കി നിൽക്കവേ PJ ജോസഫ് ആകെ മാണിയിൽ ലയിക്കാൻ പോയി. ഇത് ഇഷ്ടപ്പെടാത്ത PC തോമസ് ഇടതുപക്ഷത്ത് തന്നെ ലയിക്കാതെ നിന്നു. അങ്ങനെ പല വഴിക്ക് ലയനവും തളർച്ചയും നടക്കുമ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തെ 2 കേരള കോൺഗ്രസുകാർ ലയനത്തെക്കുറിച്ച് ആലോചിക്കുന്നു. സ്കറിയ തോമസിന്റെ കേരള കോൺഗ്രസ് സ്കായും കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയും. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ പിതൃത്വം ശ്രീ ബാലകൃഷ്ണപിള്ള ചേട്ടനാണ്. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. അങ്ങനെയാണ് കൂടെ കൂട്ടുന്നത്. കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ മാണിയേക്കാൾ വലിയ മുത്തപ്പനാണ് പിള്ളേച്ചൻ എന്നു സ്ഥാപിക്കണം. അതോടൊപ്പം പിള്ളേച്ചന്റെ കോടീശ്വരത്വമുള്ള ഭൂതകാലത്തെ വാഴ്ത്തണം. എന്തായാലും സാറേ സാറേ സാമ്പാറേ വിളി ഭരണഘടനയിൽ തന്നെ എഴുതി ചേർത്തിട്ടുള്ള കേരള കോൺഗ്രസുകളുടെ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാകാനാണ് സ്കറിയ തോമസിന് ഇഷ്ടം. അതുകൊണ്ട് പിള്ളേച്ചനെ സാറേ എന്ന് നീട്ടി വിളിക്കില്ല, ചേട്ടാന്നേ വിളിക്കൂ. എന്നാൽ ആ കോടീശ്വര ഭൂതകാലം അതെപ്പോഴും പിള്ളേച്ചനേക്കാൾ നന്നായി സ്കറിയ തോമസ് ഓർത്തെടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് പുകഴ്ത്തലിന്റെ ഭാഗമായി പറയാനുള്ളത്? ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. AICC മെമ്പറായിട്ടിരുന്ന ചേട്ടൻ തൊഴിലില്ലാതോ പണമില്ലാതോ തെണ്ടി നടന്നവനല്ല. അന്നത്തെ കേരളത്തിലെ കോടീശ്വരന്മാരിൽ ഒരാള്. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. എന്നേക്കാൾ കൂടുതൽ എൻ്റെ പിതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെ സഹോദരന്മാരുടെയും ഒക്കെ നേതാവായിട്ടാണ് ഞാൻ ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 റിസർവ് ബാങ്ക് ആണോ 3? അതെ, ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. സംഭവമൊക്കെ ശരി, പക്ഷെ ഒരു കാര്യമുണ്ട്. പിള്ളേച്ചനെ ഇങ്ങനെ ചേട്ടൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ? പ്രത്യേകിച്ച് നേതാവിനെ സാറേ എന്ന് വിളിക്കുന്ന പാരമ്പര്യമാണ് കേരള കോൺഗ്രസിനുള്ളത്. പണ്ട് ജോർജ് സാറിന്റെ കാലം മുതലേയുള്ള ആചാരമാണ്. മാണി സാർ അത് കൃത്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ബാലകൃഷ്ണപിള്ള നിൽക്കുന്നത് ഞാൻ പറയാറില്ല. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത്, ഇദ്ദേഹത്തെ ഞാൻ സാറ് എന്നൊക്കെ വിളിച്ചപ്പം പറയടാ, നീ അങ്ങനെ സാറ് എന്ന് വിളിക്കേണ്ട, നിന്റെ ചേട്ടനാണ്, നിന്റെ ഒരു അങ്കിളാണ്. ഞാനല്ല ചേട്ടനെ ഇന്ന് വരെ ഞാൻ സാറേ എന്ന് എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് ചിലരെ കൊണ്ടൊക്കെ അടിച്ച് സാറ് സാറ് എന്ന് വിളിപ്പിച്ചിട്ടുള്ള കേരളത്തിൽ അങ്ങനെയുള്ള സാർമാരും ഉണ്ട്. പക്ഷേ ഇതങ്ങനെയുള്ള സാറല്ല. ഇത് എനിക്ക് സാറല്ല, എനിക്ക് എൻ്റെ സഹോദരനോ എൻ്റെ അങ്കിളെന്നോ ഒക്കെ പറയാം. താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടി ആണാണെന്ന് ജനിച്ചപ്പോഴേ അറിഞ്ഞതാണ്. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്? ശർക്കര പുരട്ടി. അശോക ശർക്കര പുരട്ടി. ചക്രവർത്തി. ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു ജോലി നോക്കിയിട്ട്. ഏതുവരെ പഠിച്ചു? MBBS, MBA, BA, BH. സാധാരണ ABCD എന്നാണല്ലോ പഠിക്കുന്നത്. ഇതിപ്പോ ഓർഡർ മാറിയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളെ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ. അങ്ങനെ പിള്ളേച്ചനും സ്കറിയ തോമസും ഒന്നാകാൻ തീരുമാനിച്ചു. ഒന്നാകുമ്പോൾ ഈ സാറേ വിളി ഒരു പ്രശ്നമാകുമല്ലോ. കേരള കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയവർ തന്നെ സാറേ വിളിയുടെ കഥയും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടത്രേ. കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരു 10-20 നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് നേതാവിനെ ഇനി സാറേ എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തുവെന്നാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിളക്ക് കൊളുത്തി വെച്ച് നേതാവിനെ സാറേ എന്ന് വിളിക്കുന്ന
രീതിയിലുള്ള പരിപാടികൾ, നാടകങ്ങൾ പലങ്ങും അരങ്ങേറി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അങ്ങനെ ഇടതുപക്ഷത്തെ കേരള കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും മാണിയെ തോൽപ്പിക്കാനും തീരുമാനിക്കപ്പെട്ടു. ഒരു കൂട്ടുകുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ കേരള കോൺഗ്രസ് നമ്മുടേതാവും. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തതടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ. ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് PC തോമസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലത്തേതുപോലെ തങ്ങൾക്ക് പണിയാകുമോ എന്ന പേടിയിലാണത്രേ കോടിയേരിയും പിണറായിയും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഉഴവൂരിന്റെ ആഹ്ലാദങ്ങൾ. BDJS-നെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു ബീഡി പോലും വലിക്കാൻ നിവൃത്തിയില്ലാതെ നടക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ വെള്ളാപ്പള്ളി എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്.